മോഹഭംഗമെന്ന് രമേശ് ചെന്നിത്തല. മിസ് വാരപ്പഴു പറ മാനേജറേച്ച. നീ മനഃപൂർവ്വം അമ്മയുടെ അടുത്ത് എനിക്ക് വഴക്ക് കിട്ടാൻ വേണ്ടിട്ടല്ല ആ സമയത്ത് കറക്റ്റ് വന്ന് പത്രം വായിച്ചത്. പോ ചെറിയച്ച, എനിക്ക് ചെറിയച്ചനെ വഴക്ക് കേൾപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? നിനക്ക് മനസ്സും കിട്ടത്തില്ലേ? പോ ചെറിയച്ച. പിന്നെ മോളെ, ഒരു ചെറിയച്ഛൻ എന്ന രീതിയിൽ ഞാൻ നിനക്ക് ഉപദേശം തരാം. അച്ഛമ്മ പറഞ്ഞ പോലെ ഏത് സമയം ഇത് വായിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവത്തില്ല. ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി കായികപരമായിട്ട് ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെ പരിശീലിക്കണം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഗ്രൗണ്ടിലായിരുന്നു. പിന്നെ നിന്റെ അച്ഛൻ പുള്ളി സ്കൂളിൽ പഠിക്കുന്നുണ്ടുള്ള കാര്യം പോലും അറിയത്തില്ല. പുള്ളി ഒരു പഠിപ്പിസ്റ്റാണെന്ന് എനിക്ക് അറിയാലോ. ഞാന് +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളില് നല്ല അത്യാവശ്യം ആക്റ്റീവായിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. നല്ല രീതിയിൽ ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെ സൂപ്പർ സ്റ്റാർ എന്നുള്ള ലേവലിലായിരുന്നു ഞാൻ സ്കൂളിൽ കുട്ടികൾക്കിടയിൽ. ഓ, അപ്പൊ ചെറിയച്ചൻ സ്കൂളിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നല്ലേ? സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഒരു കഥ പറയട്ടെ. ഞാൻ +2 പഠിക്കുന്ന സമയം ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ടിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുക. ക്രിക്കറ്റ് ടൂർണമെന്റ് ഞാനും എന്റെ പിള്ളേരും അങ്ങ് രജിസ്റ്റർ ചെയ്തു. അന്ന് ആ മാച്ച് നടക്കുന്ന ഫൈനലിൽ അന്ന് ചേട്ടൻ എന്റെ കൂടെ എപ്പോഴും വരും, ഈ ബാറ്റ് തുടച്ചു തരാനും വെള്ളം തരാനും വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഫൈനൽസ് കളിക്കാൻ പോയപ്പോഴേക്കും ചേട്ടനെ ഞങ്ങൾ കളിക്കാൻ കൂടെ കൂട്ടി 11ാം ഓവറായിട്ട് ഇറക്കി. ഫൈനൽ നടക്കുന്നു, ഓപ്പോസിറ്റ് ടീം കളിക്കാൻ ഇറങ്ങി. അവര് കളിച്ചു 15 ഓവറിൽ 175 റൺസ് ഓപ്പോസിറ്റ് ടീം എടുത്തു. ഇപ്പുറത്ത് ഞങ്ങൾ ബാറ്റിംഗിന് ഇറങ്ങുകയാണ്. അപ്പം ഞാനാണല്ലോ ക്യാപ്റ്റൻ, ഞാൻ ഓപ്പണിങ്ങിന് വേണ്ടി ഇറങ്ങി. കളി തുടങ്ങി. ഞാൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടെ ഇറങ്ങിയ ബാറ്റ്സ്മാൻമാരെല്ലാം വിക്കറ്റ് പോയി ഔട്ടായി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇറങ്ങണമല്ലോ. 11ാം ഓവറായിട്ട് ചേട്ടനും ഇറങ്ങി. അപ്പം ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 2 ഓവറാണ് 30 റൺസും വേണം. ആദ്യത്തെ ആ ഓവറിൽ ചേട്ടൻ നിന്ന് തൊഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം തൊഴ. ആ ഓവർ അങ്ങ് മെയ്ഡിനാക്കി കളയും. പിന്നെ ഉള്ളത് ലാസ്റ്റ് ഓവർ. ആ ഓവറിൽ വേണ്ടത് 30 റൺസ്. ഫസ്റ്റ് ബോൾ എന്റെ നേരെ വന്നപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഡിഫെൻഡ് ചെയ്ത ആ ബോളും ബോളർക്ക് തന്നെ കൊടുത്തു. പിന്നെ ഉള്ളത് 5 ബോൾ. ആ 5 ബോൾ ഉണ്ടല്ലോ, ഞാൻ പലയിടത്തോട്ട് 6. ആ കളി അങ്ങ് ജയിച്ചു. ഇപ്പോഴും ആ കഥ ഓർക്കുമ്പോ ഉണ്ടല്ലോ എന്ത് വികാരമാ. എന്റെ ആ സ്കൂള് വേണ്ട, എന്റെ ഗ്രൗണ്ട്, വാട്ട് എ നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യാം. ചെറിയച്ചൻ +2-ലില്ലേ? എത്ര സബ്ജക്റ്റിന് പൊട്ടി? അതൊക്കെ ഇപ്പൊ എങ്ങനെ ഞാൻ ഓർക്കുന്നത്? അത് ഓർമ്മയില്ലല്ലേ? എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, 3. അതാര് പറഞ്ഞു? അച്ഛൻ. പുള്ളി അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ചെറിയ ഇപ്പൊ പറഞ്ഞില്ലേ കഥ, അത് ഞാൻ മുന്നേയും കേട്ടിട്ടുണ്ടായിരുന്നു. അതാര് പറഞ്ഞു? അച്ഛൻ. പക്ഷെ അച്ഛൻ പറഞ്ഞപ്പോ ഈ കഥയിലെ ഹീറോ അച്ഛനായിരുന്നു. അതൊക്കെ പറഞ്ഞു തന്നായിരുന്നല്ലേ? പറഞ്ഞു തന്നു. അത് മാത്രമല്ല, ഫസ്റ്റ് ബാറ്റിന് തന്നെ ചെറിയച്ഛൻ ഡക്കായി എന്നുള്ള കാര്യം പറഞ്ഞു തന്നു. അതും പറഞ്ഞു. അല്ല, എത്ര റൺസിനാ തോറ്റത്? ഞങ്ങള് മൊത്തത്തില് 15 റൺസ് ഓൾ ഔട്ട്. എന്റെ അച്ഛൻ 3 റൺസ് എടുത്ത് ഞാൻ ഡക്കും. എന്നാ പിന്നെ മോള് പത്രം വായിച്ചു, ഞാൻ മൊബൈല് തോണ്ട. നിന്റെ അടുത്ത കഥ പറയാൻ വന്ന എന്റെ കുപ്പിരിട്ടിടിച്ചാ മതിയല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.